ദുരന്തർ മൂവി ഞാൻ തിയേറ്ററിൽ ഇറങ്ങിയ ഒരു 2 ദിവസത്തിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ റിവ്യൂ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ കുറച്ച് ട്രാവലിംഗ് ആയതുകൊണ്ട് ദുരന്തറിൻ്റെ റിവ്യൂ എനിക്ക് ഇടാൻ സാധിച്ചില്ല. ഇതിനകത്ത് ഞാൻ സിനിമ കണ്ടതിൻ്റെ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ട്. പ്ലസ് ധ്രുവ് റാട്ടെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ആ വീഡിയോ ഈസ് റിലേറ്റഡ് ദിസ് മൂവിയാണ്. ബിക്കോസ് ഇതൊരു പ്രൊപ്പഗണ്ട മൂവിയാണെന്നാണ് ധ്രുവ് റാട്ടെ പറയുന്നത്. BJPയുടെ ആസ് യൂഷ്വൽ പ്രൊപ്പഗണ്ട. പക്ഷേ ഇതിലൊരു ഡോഗ് വിസിൽ പോലെ ഒളിച്ചു കടത്തി കുറച്ച് മാസ് മസാല സ്പൈ പടം എടുത്തു വെച്ചിട്ട് കറക്റ്റ് ഒരു പ്രൊപ്പഗണ്ട എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് ധ്രുവ് റാട്ടെയുടെ വീഡിയോ. ദിസ് ഈസ് സ്റ്റുപ്പിഡ് എന്നാണ് റിയാലിറ്റി ഓഫ് ദുരന്തർ ഫിലിം ധ്രുവ് റാട്ടെ. കുറച്ച് കാലമായിട്ട് ധ്രുവ് റാട്ടെയുടെ വീഡിയോസിന് വരുന്നതിനേക്കാൾ കൂടുതൽ റീച്ചാണ് ഈ ഒരു പെർട്ടിക്കുലർ കോണ്ടന്റിന് കിട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ധ്രുവ് റാത്തേക്ക് ഒരു ജർമ്മൻ ഷെപ്പേർഡ് എന്നുള്ള ഇരട്ടപ്പേര് BJP ബെൽറ്റ്, സംഘപരിവാർ ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവർ നീ എന്തുകൊണ്ട് ബംഗ്ലാദേശിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, നിനക്ക് ഇവിടെ സിനിമയിലെ പ്രൊപ്പഗണ്ട മാത്രം കണ്ടുപിടിച്ചാൽ മതിയോ എന്ന് ചോദിച്ചൊരു കമൻറ്റ് ബോക്സിനകത്ത് എനിക്ക് തോന്നുന്നത് ധ്രുവ് റാത്തേക്ക് ഈ അടുത്ത കാലത്ത് കിട്ടിയ ഏറ്റവും വലിയ ഒരു മോസ്റ്റ് ക്രിട്ടിസൈസ്ഡ് വീഡിയോ, ധ്രുവ് റാട്ടയുടെ അഗെയിൻസ്റ്റ് ഒരുപാട് ക്രിറ്റിസിസം വന്നൊരു വീഡിയോയും കൂടി ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ആയിരിക്കും. ബിക്കോസ് ആ സിനിമ ആളുകളിലേക്ക് അത്രത്തോളം ഇഞ്ചക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ നോക്കിയാൽ മതി. ഇന്ത്യൻ സ്പൈ ഇൻ പാകിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീൽസ് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് റീൽസ്, അത് അക്രോസ് ഇന്ത്യ ഓൾ ലാംഗ്വേജസിൽ എല്ലാവരും ഇങ്ങനത്തെ റീൽ ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ നമ്മൾ കാണാതെ പോകാൻ ഒരു വഴി ഞാൻ കാണുന്നില്ല. ഓക്കെ, ഓൾമോസ്റ്റ് രൺവീർ ഡ്രസ്സ് ചെയ്ത പോലെ മറ്റേ ഷോളൊക്കെ ഇട്ട് ബാഗൊക്കെ പിടിച്ച് പാകിസ്ഥാനിലൂടെ നടന്നു പോകുന്നു. പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കുന്നു, ഡും വെടിവെക്കുന്നു, തീരുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഭയങ്കര വൈറലാണ്. പിന്നെ അതിലെ പാട്ടുകൾ ഭയങ്കര വൈറലാണ്. അങ്ങനെ ആകെ മൊത്തം സിനിമ ആദ്യ ദിവസങ്ങളിൽ ദുരന്തമാവും എന്ന് വിചാരിച്ചിരുന്നിടത്തുനിന്ന് അങ്ങോട്ട് ഷൂട്ട് ചെയ്യാണ് പടം. ഡീകോഡിങ് വരികയാണ്. ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഒരുപാട് പേര് ഇറക്കുകയാണ്. അങ്ങനെ ദുരന്തർ സിനിമ ഇറങ്ങി ഇപ്പോൾ ഒരു 1-2 ആഴ്ചയ്ക്ക് ശേഷം വൺ ഹിറ്റ് എന്ന് പറഞ്ഞാൽ മാസീവ് ഹിറ്റിലേക്കാണ് പറന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓബിയസ്ലി കുറേ GCC കൺട്രീസിൽ ബാൻ ഉണ്ട്, പാകിസ്ഥാനിൽ ബാൻ ചെയ്തു. സോ അതോട് കൂടിയിട്ട് പൈറസി ഡൗൺലോഡ്സിൻ്റെ എണ്ണം കൂടും ചെയ്തു സിനിമയിൽ. അപ്പോൾ ഇതിലെന്താ കാണാനുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, എസ്പെഷ്യലി പാകിസ്ഥാനിയൊക്കെ. ബിക്കോസ് ഈ അടുത്ത കാലത്തൊന്നും ബോളിവുഡിന് ഇത്രയും ടെക്നിക്കലി ടോപ്പ് നോച്ച് ആയിട്ടുള്ളൊരു സ്പൈ സിനിമ വന്നിട്ടില്ല. ഓക്കെ, ഈ ബോളിവുഡിനകത്ത് ഈ സ്പൈ യൂണിവേഴ്സ് കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ദുരന്തമായിട്ട് പോകുമ്പോഴാണ് ദുരന്തർ വരുന്നത്. ആൻഡ് ആ ദുരന്തർ ഒട്ടും ദുരന്തമായതുമില്ല. കാന്താരയിലെ ഋഷഭ് ഷെട്ടിയുടെ ക്യാരക്ടറിനെ കളിയാക്കിയും കൊണ്ട് രൺവീർ ഒരു സ്റ്റേജിലൊരു സംഗതി കാണിച്ചിരുന്നു. അന്ന് ഒരുപാട് പേര് ദൈവത്തിനെ കളിയാക്കിയതുകൊണ്ട് പടം പൊട്ടിന്നൊക്കെ പറഞ്ഞിട്ടിരുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ച പടം വീണപ്പോൾ ഇത് ദൈവകോപം എന്നൊക്കെ പറഞ്ഞു വന്നവരുണ്ടായിരുന്നു. ഇപ്പം എന്താ പറയുന്നത് എനിക്കറിയില്ല, ഞാൻ ഈ കൂട്ടത്തിലൂടെ പറഞ്ഞു വെച്ചു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ കമ്മിങ് ടു ദിസ് മൂവി തിങ്. ഈ സിനിമ ആക്ച്വലി ഫോർ മീ എനിക്കിതൊരു ഭയങ്കര ക്രാഫ്റ്റായിട്ടാണ് തോന്നിയത്. കാരണം സ്പൈ വാർസ് ഒരുപാട് ബോളിവുഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ഒന്നും ലോജിക്കില്ലാതെ ലാർജർ ദാൻ റിയൽ ലൈഫ് എക്സ്ട്രീം എന്താ പറയുക, ഒരുമാതിരി ചളകൊളായിട്ട് എടുത്തു വയ്ക്കുന്ന ഐറ്റങ്ങളായിട്ടാണ് എനിക്ക് പലതും എന്നല്ല മോസ്റ്റ്ലി എല്ലാം തോന്നിയിട്ടുള്ളത്. 1-2 സിനിമാസ് മാത്രം കുറച്ച് എക്സെപ്ഷണലായിട്ട് മാറിയുന്ന പടങ്ങളുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം ബാക്കി എല്ലാം ഒരു ക്ലീഷ സാധനങ്ങളാണ്. ബട്ട് ദിസ് വൺ ഇതൊരു മിക്സ്ചറാണ്. ഈ സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഈ സിനിമയുടെ ഡയറക്ടർ എഴുതി വെച്ചൊരു സാധനമുണ്ട്, ഇൻസ്പയർഡ് ബൈ ഇൻക്രെഡിബിൾ ട്രൂ ഇവൻറ്റ്സ്. അത് ആക്ച്വലി ട്രൂ ഇവൻറ്റ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയത് മാത്രമല്ല, ഇതിനകത്ത് ട്രൂ ഇവൻറ്റ്സിനുമായിട്ട് ബന്ധപ്പെടുത്തി ട്രൂ ആയിട്ട് തന്നെയുള്ള കുറേ വിഷ്വൽസ് ഓഡിയോസൊക്കെ വെച്ചിട്ടുമുണ്ട്. അപ്പോൾ കുറേ അധികം ചോദ്യങ്ങൾ ഇതൊരു പ്രൊപ്പഗണ്ടയാണ് എന്ന് ചിന്തിക്കുന്നവർക്ക്, ഈ സിനിമ ഒരു ഡോഗ് വിസിൽ ഒളിച്ചു കടത്തുന്നു, ഇതിൽ ഒരു പ്രൊപ്പഗണ്ട ഒളിച്ചു കടത്തുന്നു എന്ന് പറയുന്നവർക്ക് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സ് കുറച്ചും കൂടി സോളിഡ് ആക്കി വെക്കാൻ മാത്രമുള്ള കാര്യങ്ങൾ ഇതിനകത്ത് ഇതിൻ്റെ ഡയറക്ടർ തന്നെ ചെയ്ത് വെച്ചതുകൊണ്ട് ഈ കാര്യങ്ങൾ ധ്രുവ് റാട്ടെ പറയുന്ന സമയത്ത് അതിനൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരികയാണ്. ധ്രുവ് റാട്ടെ ചോദിക്കുന്നത്, ഇപ്പോൾ ധ്രുവ് റാട്ടേനെ പോയിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ആദ്യം മനസ്സിലാക്കേണ്ടത് ധ്രുവ് റാട്ടെ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ കുറേ ഉത്തരങ്ങൾ നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ പറ്റണം. മനസ്സിലായോ? വൈ നോട്ട് ദിസ് എ പ്രൊപ്പഗണ്ട എന്നുള്ളതിനൊരു ഉത്തരം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റണം. ഇതിൽ ധ്രുവ് റാത്തേൻ്റെ വീഡിയോയിൽ ആകെ എനിക്ക് കണക്റ്റ് ആവാത്തൊരു കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഒരു രാജ്യവും അവരുടെ ചാരസംഘടന അല്ലെങ്കിൽ അവരുടെ സ്പൈ വർക്കിനെ കുറിച്ച് ഒരു രീതിയിലുള്ള ഡാറ്റാസും പബ്ലിക്കിൽ കൊടുക്കില്ല.
കൊടുക്കില്ല. അത് ബാക്കി മീഡിയാസും ബാക്കി ആളുകളും ആ രാജ്യത്ത് ഇരുന്നു കൊണ്ട് ആ രാജ്യം ചെയ്യുന്ന സ്പൈ വർക്കിനെ അവർ സ്പൈ ചെയ്തിട്ട് അവരുടെ ഊഹാപോഹങ്ങൾ പുറത്തിടുക എന്നല്ലാതെ. ഇപ്പം നമുക്കറിയാം, ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ച ബാക്കി രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന പലരെയും അജ്ഞാതൻ തീർത്തിട്ടുണ്ട്. ഈ അജ്ഞാതൻ ആളാണ് എന്നുള്ളൊരു കോൺസ്പിറസി ഇവിടെ ഉണ്ട്. ഇന്ത്യ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല ഇന്ത്യ ഒരു സ്പൈ വർക്ക് പാകിസ്ഥാനിൽ നടത്തി ഇന്ന ആൾ ഇന്ത്യ. ഇപ്പോൾ ഒരു സ്പൈ ആയിട്ട് ഇന്ത്യ വിട്ടൊരാൾ പിടിച്ചാലടക്കം ചിലപ്പോൾ രാജ്യം എന്ത് ചെയ്യും, ഡിനൈ ചെയ്യും. ബിക്കോസ് അത് സ്പൈ വർക്കാണ്. അതെങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അതിൻ്റെ ഡാറ്റാസ് എവിടെ കിട്ടും? ഈ ഒരു പോർഷനിൽ മാത്രം ധ്രുവറാട്ട പറഞ്ഞ കാര്യത്തിൽ എനിക്കൊരു ലോജിക്ക് കമ്മി തോന്നി. കാരണം ഒരു രാജ്യവും, ഇപ്പോൾ ഇന്ത്യ മാത്രമാണോ സ്പൈ വർക്ക് ചെയ്യുന്നത്? മൊസാദ്, CIA, അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾക്ക് ഒരുപാട് സ്പൈ വർക്ക് ചെയ്യുന്ന അവരുടെ ഇൻ്റലിജൻസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവരാരും പറഞ്ഞ പോലെ ഞങ്ങൾ സ്പൈ വർക്ക് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ സ്പൈ വർക്ക് ചെയ്തുകൊണ്ട് ക്ലെയിം ചെയ്യൂ? ഇല്ല. ക്ലെയിം ചെയ്താൽ പിന്നെ എന്തിനാ സ്പൈ വർക്ക് ചെയ്യേണ്ട ആവശ്യം? അപ്പോൾ അത് മാത്രം ധ്രുവറാട്ട പറഞ്ഞതിൽ എനിക്ക് കുറച്ച് ലോജിക്ക് അല്ലാത്തൊരു കാര്യം തോന്നിയത്. ഓക്കെ, അപ്പോൾ ആദിത്യധറാണ് ഈ സിനിമയുടെ ഡയറക്ടർ. ഹി ഈസ് വെരി വെൽ നോൺ ഫോർ ഉറി, ദ സർജിക്കൽ സ്ട്രൈക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ് ഉറി വാസ് എ മാസീവ് ഹിറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ ഹിറ്റായിരുന്നു ഉറി. ഓക്കെ, പിന്നെ ഇതിൽ രൺവീർ സിംഗ് ഉണ്ട്, അക്ഷയ് ഖന്ന, ഓബിയസ്ലി ഫൂസ് ആ സാധനം അടിപൊളിയായിട്ട് വർക്കായൊരു ഐറ്റമാണ്. ആ ഒരു എൻട്രി ഉണ്ട് അക്ഷയ് ഖന്നയുടെ, റീൽസിലൊക്കെ ഭയങ്കര കത്തുന്ന സാധനമാണ്. പിന്നെ സഞ്ജയ് ദത്ത്, അർജുൻ റാംപാൽ, മാധവൻ, അങ്ങനെ സ്റ്റാർ കാസ്റ്റ് അങ്ങനെ പോവാണ്. ഓക്കെ, പടത്തിൻ്റെ. ഇനി നമുക്ക് ധ്രുവറാട്ടയുടെ വീഡിയോയുടെ തുടക്കത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ധ്രുവറാട്ടെ പറഞ്ഞു തുടങ്ങുന്നൊരു കാര്യം, ധ്രുവറാട്ടെ ഒരു സിനിമ എടുക്കുകയാണ്. ഓക്കെ, ആ സിനിമ ദുരന്തർ പോലെ തന്നെ ധ്രുവറാട്ടയുടെ ഒരു പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞിട്ട് ധ്രുവറാട്ടെ വെക്കുകയാണ്. ഈ ഒരു സിനിമ ധ്രുവറാട്ടെ വെച്ച് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് വില്ലനായിട്ട് വരുന്നത് നരേന്ദ്രമോദിയാണ്. ഓക്കെ, ശത്രു രാജ്യത്തിന് ഇവിടെ പോകുന്നൊരു നറേറ്റീവ് ഉണ്ട്. അതായത് ഇവിടെ ഒരു എലക്ഷൻസ് വരാൻ പോവുകയാണ്, അല്ലെങ്കിൽ രാജ്യത്ത് ഭരിക്കുന്ന ഗവൺമെൻറ്റിനെതിരെ ഒരു വികാരം വന്നു തുടങ്ങുമ്പോൾ പെട്ടെന്ന് പാകിസ്ഥാന് കൊണ്ടുപോയിട്ട് എന്തെങ്കിലും പൊട്ടിക്കും, അല്ലെങ്കിൽ ഇങ്ങോട്ട് ആരെങ്കിലും നുഴഞ്ഞു കയറി എന്തെങ്കിലും ചെയ്യുമ്പോൾ അങ്ങോട്ട് തിരിച്ചടിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു ഗവൺമെൻറ് ഇന്ത്യയിലെ ആളുകളുടെ പാകിസ്ഥാനെതിരെയുള്ള വികാരം ചൂഷണം ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അത് മുതലെടുത്തുകൊണ്ട് ഇന്ത്യക്കകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു നാടകമാണ്. ആൻഡ് ഇന്ത്യയിൽ നടന്ന പല അറ്റാക്കിനും ഇവിടുത്തെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൈം മിനിസ്റ്റർ അടക്കമുള്ളവർ കൂട്ടുനിന്നു എന്നുള്ളൊരു നറേറ്റീവിലൊരു AI വെച്ചിട്ടുള്ളൊരു സാധനം ആദ്യം തന്നെ വീഡിയോയുടെ ഫ്രണ്ടിൽ അങ്ങോട്ട് ധ്രുവറാട്ടെ കാണിക്കുകയാണ്. മനസ്സിലായി? ധ്രുവറാട്ടെയുടെ വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും അറിയാം, ഹീ ഈസ് വെരി വെൽ നോൺ ഫോർ ദിസ്. മനസ്സിലായില്ലേ? ഗോദി മീഡിയക്കെതിരെയും മോദിക്കെതിരെയും BJP ഗവൺമെൻറ്റിനെതിരെയൊക്കെ സംസാരിക്കുന്ന, ഏറ്റവും കൂടുതൽ സംസാരിച്ചിട്ടുള്ള, ഈവൻ ഇവിടുത്തെ പ്രതിപക്ഷം ഒറ്റയ്ക്ക് ഇയാളാണ് പ്രതിപക്ഷം എന്നുള്ളത് ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ധ്രുവറാട്ടെ. ഓക്കെ, അപ്പം അങ്ങനത്തെ ധ്രുവറാട്ടെ ഇങ്ങനൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലൈമാക്സും ഈ രീതിയിലുള്ള നറേറ്റീവ് വരും എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, അങ്ങനെ ആ ഒരു പോർഷൻ വെച്ചിട്ടാണ് ധ്രുവറാട്ടെയുടെ സിനിമ തുടങ്ങുന്നത്. അത് നിങ്ങൾ ധ്രുവറാട്ടെയുടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ നറേറ്റീവും വീഡിയോസിൻ്റെ കാര്യങ്ങളും ഞാൻ അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ബട്ട് അതിൻ്റെ എസെൻസ് പറഞ്ഞു തന്നുള്ളൂ. എങ്ങനെയാണോ ദുരന്തർ മൂവി പോകുന്നത്, ചാപ്റ്റർ 1, 2, 3, 4 എന്ന് പോകുന്നത്, അതേപോലെ തന്നെ ധ്രുവറാട്ടെയുടെ വീഡിയോസും പോകുന്നത്. ഓക്കെ, നമുക്ക് ഓരോ പോർഷനായിട്ട് എടുത്തു വെച്ച് നോക്കാം. फिल्म के अगले सीन में कट करते हैं और हमें बॉस दिखते हैं एक बड़ा फेमस डायलॉग बोलते हुए। वो कहते हैं कि चिंता मत करो मेरे जासूस, किसी ना किसी दिन एक देशभक्त सरकार आएगी इस देश में, एक ऐसा प्रधानमंत्री आएगा जो सही में लोगों की फिक्र करता हो, तब हम असली भवंडर करेंगे, तब होगी असली रिवेंज। कैसी लगी मेरी इमेजिनरी फिल्म दोस्तों? आप में से कुछ लोग कहोगे ये किस प्रकार का बेहुदा सड़ा हुआ प्रोपेगेंडा है। मैं जवाब ഭവണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ധ്രുവറാട്ടെയുടെ പടത്തിനകത്ത് അത് ദുരന്തറിനകത്തും ഒരു പോർഷൻ വരുമ്പോൾ ഈ ദുരന്തറിനകത്ത് മാധവൻ ചെയ്ത ക്യാരക്ടർ ആക്ച്വലി റെഫറിങ് ടു അജയ് സന്യാൽ എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടർ റെഫറിങ് ടു നമ്മളെ അജിത് ഡോവലിനെയാണ്. ഓക്കെ, നമ്മുടെ ഇൻ്റലിജൻസ് ഹെഡായിട്ടുള്ള അജിത് ഡോവലിനെയാണ് അവിടെ റെഫറൻസ് ആയിട്ട് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഓക്കെ, അജിത് ഡോവൽ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ശരിക്കും അറിയാം. ബിക്കോസ് ഹീ ഈസ് എ ടോപ്പ് സ്പൈ. നമ്മുടെ ജെയിംസ് ബോണ്ട് എന്ന് പറയുന്ന അജിത് ഡോവൽ ഇപ്പം നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ അഡ്വൈസറായിട്ടിരിക്കുന്നൊരു വ്യക്തി. 80 വയസ്സിലും ഇത്രത്തോളം ആക്റ്റീവായുള്ള ഒരാളെ നിങ്ങൾക്ക് ഈ രാജ്യത്ത് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലയെന്നേ പറയൂ. ബിക്കോസ് ഹീ ഈസ് സച്ച് ആൻ ആക്റ്റീവ് മാൻ. അപ്പോൾ പാകിസ്ഥാനിൽ സ്പൈ ആയി പോയി. അജിത് ഡോവലിൻ്റെ കഥകൾ ഇഷ്ടം പോലെ ഉണ്ട്.
അദ്ദേഹം തന്നെ ഒരു വേദിയിൽ ഇതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഫ്രം ദെയർ അതങ്ങനെ പോവുകയാണ്, മനസ്സിലായോ? പാകിസ്ഥാനിൽ ചെന്ന് അവർ ടോപ്പ് സ്പൈ നടത്തിയ സ്പൈ വർക്കിൽ ഇന്ത്യക്ക് വന്ന ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അങ്ങനെ പാണന്മാർ പാടി നടക്കുന്ന പണ്ടത്തെ കാലം പോലെയാണ് ഇപ്പോൾ യൂട്യൂബേഴ്സും അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ അജിത് ഡോവലിനെ കുറിച്ചുള്ള വീഡിയോസ് ചെയ്തിട്ട് ഇങ്ങനെ പാടി നടക്കുന്നതും പറയുന്നതും. ഒരു വട്ടം ഞാൻ എന്തോ ഒരു ഇൻ്റർവ്യൂ കണ്ട സമയത്ത് അതിനകത്ത് മേജർ രവി ഒരു വട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമാൻഡോസ്, ഏജൻറ്റ്സ്, സ്പൈസ് ഇവർ ആരും നാഷണൽ ഡ്യൂട്ടി ചെയ്യുന്ന ആരും അവർ ചെയ്ത അവരുടെ ആ ഒരു എഫക്റ്റീവായിട്ടുള്ള മിഷനെ കുറിച്ച് എവിടെയൊന്നും പറയില്ല. ഓക്കെ, അവർ പറയില്ല. അത് അവരുടെ രാജ്യത്തിനോടുള്ള റെസ്പെക്റ്റാണ്, അവരുടെ വർക്കിനോടുള്ള റെസ്പെക്റ്റാണ്. ബട്ട് അത് ആരെങ്കിലുമൊക്കെ അറിഞ്ഞ് എപ്പോഴെങ്കിലുമൊക്കെ പുറത്ത് വരുമ്പോൾ ഇറ്റ് വിൽ കം ഔട്ട്. എനിക്കും അതാണ് പലപ്പോഴായിട്ട് അജിത് ഡോവലിൻ്റെ കേസിൽ തോന്നിയിട്ടുള്ളത്, ദ ഇന്ത്യൻ ജെയിംസ് ബോണ്ട്. ഓക്കെ, അപ്പോൾ അജിത് ഡോവൽ ഈ സിനിമയിലാണെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ട്, എപ്പോഴെങ്കിലുമൊക്കെ ഒരു രാജ്യത്തിനോട് സ്നേഹമുള്ളൊരു ഗവൺമെൻറ്റും അതിൻ്റെ ഒരു തലവനായിട്ടുള്ളൊരു വ്യക്തിയും വരും. ആ ടൈമിൽ എന്ത് ചെയ്യാം, നമുക്ക് രാജ്യത്തിന് വേണ്ടി ഈ കാര്യങ്ങൾ അവർ ശേഖരിച്ച് വെച്ച, അവരുടെ ഏജൻസ് ശേഖരിച്ച് വെച്ച കാര്യങ്ങൾ അപ്പത്തേക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. അത് ഈ സിനിമയുടെ ഒരു മേജർ പ്രൊപ്പഗണ്ട സാധനമായിട്ട് ഇവിടെ ധ്രുവറാത്തെ പറഞ്ഞു വയ്ക്കുകയാണ്. അതായത് ചീഫ് ആ ക്യാരക്ടർ മാധവൻ ചെയ്യുന്ന ക്യാരക്ടർ അത് നമ്മുടെ ഇൻ്റലിജൻസ് ഹെഡായ അജിത് ഡോവലിനെ ആയിട്ട് കണക്ട് ചെയ്യുന്ന ക്യാരക്ടറാണ് ഈ അജയ് സന്യാൽ എന്ന് പറഞ്ഞിട്ടുള്ള ആ സിനിമയിലുള്ള ക്യാരക്ടർ എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഇത് എവിടെയും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഊഹിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഇൻ്റലിജൻസ് ടോപ്പ് ഓഫീസർ ഒരിക്കലും രാജ്യത്തിന് ഒരു ത്രെട്ട് വരുന്ന ഇൻഫർമേഷൻസ് കിട്ടി അത് എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്യില്ല, രാജ്യസ്നേഹിയായിട്ടുള്ളൊരു ഗവൺമെൻറ് വരുന്ന പറഞ്ഞാൽ കാത്തിരിക്കില്ല. ഇത് പറയുന്നൊരു ടൈം ലൈൻ ആ സിനിമയിൽ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കോൺഗ്രസ് ഗവൺമെൻറ് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കറപ്റ്റഡ് ആയിട്ടുള്ള കുറേ മിനിസ്റ്റേഴ്സ് ഉണ്ട് എന്നുള്ളത് സിനിമയിൽ കാണിച്ചതിന് ശേഷം ദേ ആർ വെയിറ്റിംഗ് ഫോർ എ നെക്സ്റ്റ് ഇവിടെ ഓക്കെ മോദി BJP സാധനം. ഇതാണ് ഈ സിനിമയിലെ മെയിൻ പ്രൊപ്പഗണ്ട പ്ലോട്ടായിട്ട് ഇതിനകത്ത് ധ്രുവറാത്തെ പറയുന്നത്. ഇനി നമുക്ക് അടുത്ത പോർഷൻസ് നോക്കാം. धुरंधर एक एंगेजिंग फिल्म है। आपको एंगेज रखते हुए ये फिल्म दिखाती है कि हमारे देश की इंटेलिजेंस एजेंसीज क्रिमिनल्स को हायर करती हैं। क्या कोई भी देशभक्त इंटेलिजेंस ऑफिसर इस बात से सहमत होगा? आदित्य धर अपने पॉलिटिकल प्रोपेगेंडा को फैलाने में इतना मगन हो गया कि उसने वही दिखा दिया जो पाकिस्तान ने भारत पर कई बार इल्जाम लगाया है कि भारत पाकिस्तान में सबवर्सिव एक्टिविटीज के लिए अपने सीक्रेट एजेंट्स को भेजता है। असलियत यह है दोस्तों कि भारत सरकार ने कंसिस्टेंटली ऐसे सभी क्लेम्स को रिफ्यूट किया है। 2012 का ये आर्टिकल देखिए, भारत सरकार ने मना किया कि सुरजीत को इंटेलिजेंस एजेंसीज ने जासूस बनाकर भेजा था। 2016 का ये आर्टिकल देखिए, भारत सरकार ने पाकिस्तान के जासूस वाले दावों को रिजेक्ट किया। लेकिन धुरंधर फिल्म ऐसे ही एक सीक्रेट एजेंट को हीरो की तरह पेश करती है। अबे तू मेरी तरफ है किसकी तरफ है? आप शायद कहोगे कि ये फिल्म ही तो है, फिल्म में ये सब दिखाने में प्रॉब्लम क्या है? ऐसे तो YRF के स्पाई यूनिवर्स की भी फिल्में हैं जिनमें दिखाया जाता है कि एक इंडियन एजेंट पाकिस्तान में जाकर काम कर रहा है। लेकिन प्रॉब्लम यह है कि धुरंधर फिल्म बार बार आपको दिखाती है कि कैसे ये रियल इवेंट से इंस्पायर्ड है। बार बार अपने ट्रेलर में कहती है बेस्ड ऑन इनक्रेडिबल ट्रू इवेंट्स। 26 नवंबर के असली आतंकी हमले को दिखाया जाता है, असली न्यूज फुटेज के साथ दिखाया जाता है। आतंकी और उनके हैंडलर्स की रियल लाइफ ऑडियो रिकॉर्डिंग्स तक इस्तेमाल की जाती हैं। इवन पाकिस्तान के शहर लाइरी में जो गैंगस्टर्स दिखाए गए हैं, बाबू डकैत, रहमान डकैत, उजैर, इस नाम से रियल लाइफ में गैंगस्टर्स रहे हैं और पुलिस वाला चौधरी असलम भी रियल लाइफ में कैरेक्टर रहा है। ഈ സിനിമയിലെ പ്രൊപ്പഗണ്ട പോർഷൻസിൽ കൂടുതൽ ചോദ്യം ഉന്നയിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ റീസണായിട്ട് ഇവിടെ നമ്മുടെ ധ്രുവറാത്തെ പറയുന്നത് ഇതിലെ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനുമായിട്ടുള്ളൊരു സിമിലാരിറ്റിയാണ്. അത് ശരിയാണ്, ഇതിൽ ഓരോ ക്യാരക്ടേഴ്സ് ഇപ്പോൾ റൺവീറിൻ്റെ ക്യാരക്ടർ ഒഴിച്ച് റൺവീറിൻ്റെ ക്യാരക്ടറിലേക്ക് ഫിറ്റ് ഇൻ ചെയ്യാൻ പറ്റുന്ന പല ഇന്ത്യൻ സ്പൈ ഏജൻസിൻ്റെ പേരുകളും പടഞ്ഞ് കിടക്കുന്നുണ്ട്. അതിൽ നമുക്ക് പിന്നെ പറയാം ഈ വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ. ബട്ട് അതർ ക്യാരക്ടേഴ്സിലേക്ക് പോകുമ്പോൾ ഇവരുടെയൊക്കെ റിയൽ ലൈഫുമായിട്ട് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി കിടക്കുന്ന പേരുകളുള്ള അല്ലെങ്കിൽ അതേപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓരോ ആളുകളെയും എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാണ് അത്രയും സിമിലാരിറ്റിയിൽ കാണിക്കുന്നത് എന്നുണ്ടെങ്കിൽ സിനിമയിൽ തന്നെ ഇതിൻ്റെ ഡയറക്ടർ പറയുന്നുണ്ട് ഇറ്റ്സ് വെരി ക്ലോസ് ടു ദ ഇൻസ്പയർഡ് ഫ്രം എ റിയൽ ഇവൻറ്റ് എന്നുള്ളത്. അത് കറാച്ചിയിലെ ലേറിയിൽ നടന്ന കലാപം ഇൻ ദ സെൻസ് അവിടെ ഭരണം പിടിച്ചെടുക്കാനുള്ള പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിൻ്റെ അത് ഇന്ത്യക്ക് എതിരായിട്ടുള്ളതായിട്ട് എങ്ങനെ മാറുന്നു,
അതിലേക്ക് ഈ റോ ഏജൻറ്റ് എങ്ങനെ വന്ന് ഫിറ്റ് ഇൻ ആവുന്നു എന്നുള്ളതൊക്കെ പറയുമ്പോൾ അതിനകത്ത് കാണിച്ചിരിക്കുന്ന ഓരോ ക്യാരക്ടേഴ്സും എങ്ങനെയാണ് റിയൽ ലൈഫിലെ ക്യാരക്ടേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഫേസ് പോലും സിമിലറായിട്ട് അദ്ദേഹം യൂസ് ചെയ്തു എന്നുള്ളതാണ്. അതിൽ അക്ഷയ് ഖന്നേൻ്റെ റഹ്മാൻ തക്കേത്ത് എന്നുള്ളത് റിയൽ ലൈഫിലുള്ള ക്യാരക്ടറാണ്. റഹ്മാൻ ബലൂച്ച് അതിൻ്റെ ഫേസ് വളരെ സിമിലറാണ്. സഞ്ജയ് ദത്ത് ചെയ്ത SP ചൗധരി അസ്ലം റിയൽ ആയിട്ടുള്ള SP ആണ്. റഹ്മാൻ തക്കേത്തും ഈ പറഞ്ഞ ചൗധരി അസ്ലമും തമ്മിലുള്ള ക്ലാഷ് തന്നെയാണ് ലഹരിയിൽ നടന്നിട്ടുണ്ടായ ഏറ്റവും വലിയൊരു ക്ലാഷ്. അതൊക്കെ സിനിമയിൽ കാണിക്കുന്നു. ആൻഡ് ഓൾമോസ്റ്റ് സിമിലർ, ഭയങ്കര സിമിലാരിറ്റിയാണ് ഇവരൊക്കെ തമ്മിൽ റിയൽ ലൈഫിൽ. അത്രയും സിനിമയിൽ ഇത്രയും ക്ലോസ് റിസംബ്ലൻസ് ഉള്ള ആളുകൾ എന്തിനു കൊണ്ടുവന്നു? അപ്പോൾ ഇത് റിയലായിട്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട്, മനസ്സിലായില്ലേ? കഥയിൽ ചെറുതായിട്ട് അത് റിയൽ ആയിട്ട് നടന്ന ഇൻസിഡൻസിലെല്ലാം വെച്ചിട്ട്, അതിപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മുടെ ഒരുപാട് ഇന്ത്യയിൽ നടന്നിട്ട് തന്നെയുള്ള ടെറർ അറ്റാക്സിൻ്റെ ബേസിലാണ് പടം തുടങ്ങി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി എല്ലാ റിയൽ ഇൻസിഡൻസിൻ്റെയും റിയൽ ഫുട്ടേജുകൾ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. ഇതിനകത്തൊരു ഫോൺ കോൾ വെച്ചിട്ടുണ്ട്. ഞാനിത് സ്പോയിലർ ആവുന്നില്ല, ബട്ട് സിനിമ പോയി കാണുന്നവർക്ക് അതൊരു ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണത്. സിനിമാറ്റിക് എക്സ്പീരിയൻസിൽ ഭയങ്കര കിക്ക് കിട്ടുന്ന ഒരു ഐറ്റമാണ്. അങ്ങനെ വെച്ച് പോകുമ്പോൾ എല്ലാം റിയലായിട്ട് പറയുമ്പോൾ ഇതിലെല്ലാം കണക്ട് ചെയ്യുന്നത് ഒരു സ്പൈ, ഇന്ത്യ വിട്ട ദുരന്തർ എന്ന് പറഞ്ഞ ഓപ്പറേഷനിൽ ഒരു സ്പൈ എക്സിക്യൂട്ട് ചെയ്ത എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞ് വെച്ച് ഇതിലൊരു പ്രൊപ്പഗണ്ട, അതായത് ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഈ രാജ്യത്ത് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള നമ്മളുടെ ഇൻ്റലിജൻസ് ചെയ്ത ഒരു ആക്ടിവിറ്റി, ആ ആക്ടിവിറ്റി കാരണം എന്ന് പറയുമ്പോൾ ഇത് മൈലേജ് പോകുന്നതായിരിക്കും. ആരിലേക്ക് എത്തുന്നു? അതാണ് പ്രൊപ്പഗണ്ട. അതെന്തിനു ചെയ്തു എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഈവൻ മാധവൻ ചെയ്ത അജിത് ഡോവലിനെയായിട്ട് റിസംബ്ലൻസ് ഉള്ള അജയ് സന്യാൽ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിൽ പോലും പലപ്പോഴായിട്ട് ആ ടൈമിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം രാജ്യത്തിനകത്ത് ഇരുന്ന് ചെയ്ത മിനിസ്റ്റേഴ്സിനെതിരെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിനെതിരെ സംസാരിക്കുന്നതാണെങ്കിൽ പോലും അതുവരെ ഒരു പ്രൊപ്പഗണ്ടയല്ലേ എന്നുള്ളൊരു ചോദ്യത്തിലേക്കാണ് ചോദിച്ച് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ഫെയർ ക്വസ്റ്റ്യനാണ്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ സംസാരിച്ചതിൽ എനിക്കിതിൽ ധ്രുവറാത്തെ പറഞ്ഞതിൽ ഒരു കാര്യത്തിനോടാണ് ഇപ്പോഴും അങ്ങോട്ട് യോജിക്കാൻ പറ്റാത്തത്. ഒരു രാജ്യവും ഇപ്പോൾ ധ്രുവറാത്തെ ഇതിൽ എല്ലാ കാര്യത്തിലും സംസാരിക്കുമ്പോൾ അതിനകത്ത് മൊത്തം എന്ത് വയ്ക്കാറുണ്ട്, ഓരോ പ്രൂഫുകൾ കൊടുന്ന് വയ്ക്കാറുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ സംസാരിച്ച സമയത്ത് ഒരിക്കലും ഇന്ത്യൻ ഗവൺമെൻറ് ഒരിക്കലും സമ്മതിച്ചു തരില്ല, ഒരു ഡോക്യുമെൻസും കാണില്ല ഇന്ത്യ ഒരു സ്പൈ വർക്ക് നടത്തുന്നു വേറൊരു രാജ്യത്ത് എന്നുള്ളത്. അത് പറ്റില്ല. അത് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇന്ത്യ ഒറ്റപ്പെടും. നാളെ ലോകരാജ്യങ്ങളുടെ മുന്നിൽ അങ്ങനെ സ്പൈ വർക്ക് നടത്തിയിട്ട് വേറൊരു രാജ്യത്ത് ഇന്ത്യ ഒരാളെ തട്ടി ഈ അജ്ഞാതം എന്നുള്ളതൊരു ഇന്ത്യൻ റോ ഏജൻ്റാന്നൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞു. മനസ്സിലായില്ല? ഒരു രാജ്യം അങ്ങനെ വേറൊരു രാജ്യത്തിൽ സ്പൈ അടിക്കുന്നു എന്നുള്ളത് എങ്ങനെ ഒരു രാജ്യം തുറന്നു പറയും? ഇപ്പോൾ ഇന്ത്യയിലുള്ള റോക്കി പറയാൻ പറ്റുമോ അയ്യാ വി ഹാവ് ലോട്ട് ഓഫ് സ്പൈസ്? പറയുമോ? ഇല്ല. അതൊക്കെ നാഷണൽ സെക്യൂരിറ്റി ഭാഗമായിട്ട് ആരും ഒന്നും പറയാത്ത കാര്യങ്ങൾ. നമ്മൾ ഓക്കെ ഇമാജിൻ ചെയ്തെടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ എവിടുന്നെങ്കിലുമൊക്കെ രാജ്യം വേറെ രാജ്യത്ത് സ്പൈ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ രാജ്യത്ത് ഇരുന്നുകൊണ്ട് രാജ്യത്തിൻ്റെ സ്പൈ വർക്ക് എങ്ങനെയെന്ന് പഠിക്കാൻ നടക്കുന്നവർ ചിലപ്പോൾ കണ്ടുപിടിച്ച് പുറത്തിടും. പക്ഷെ നമുക്കിതൊക്കെ ഹീറോയിക് സാധനങ്ങളാണ്. ഒരിക്കലും ഇന്ത്യ ചെയ്യുന്ന ഇൻ്റലിജൻസ് വർക്കും അല്ലെങ്കിൽ ഇന്ത്യക്ക് കിട്ടുന്ന ഇൻ്റലിജൻസ് ഇൻപുട്ട്, എന്താണ് നമുക്കൊരു ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്? നമ്മളുടെ രാജ്യത്ത് അകത്ത് നടക്കുന്നതിന് നമുക്ക് ഇൻ്റലിജൻസിന് ആളുകളെ വെക്കാൻ നേടിയും പുറത്തൊരു രാജ്യത്ത് നിന്ന് നമുക്കൊരു ത്രെട്ട് വരുന്നു എന്നുള്ളത് നമ്മുടെ ഇൻ്റലിജൻസിന് പുറത്ത് ആളുള്ളതുകൊണ്ടല്ലേ നമുക്കത് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ ഒരു മാസീവായിട്ടുള്ളൊരു ഡിസ്ട്രക്ഷൻ പ്ലാൻ ചെയ്തു പാകിസ്ഥാനിൽ ഇരുന്നുകൊണ്ട് കുറേ ആളുകൾ. അത് ഇന്ത്യൻ ഇൻ്റലിജൻസിന് കോസ്റ്റലാണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും നമ്മുടെ എല്ലാ മിലിറ്ററി സാങ്കേതികമായിട്ടുള്ള പരിപാടികൾക്കും ഒരു ഇത് നടക്കാൻ പോകുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു ഇൻ്റലിജൻസ് ഇൻപുട്ട് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ? നമുക്ക് അത് അവിടെ പ്ലാൻ ചെയ്യുന്ന രാജ്യത്ത് നമുക്ക് ആളുകളുണ്ടെന്നില്ല. ഒരു ബേസിക് കോമൺ സെൻസ് അല്ലേ, ഒരു ലോജിക്കല്ലേ അത്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഇവിടെ നടന്നിട്ടുള്ള എല്ലാ മേജർ ഇതേപോലുള്ള അറ്റാക്കുകളുടെ മുന്നിൽ നമുക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ധ്രുവറാത്തെ അത് മിസ്സാക്കിയെന്നുള്ളത് എനിക്കറിയാത്ത. കാരണം ഇന്ത്യ ഡിനൈ ചെയ്യും. ഇന്ത്യക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ത്യ ഡിനൈ ചെയ്യും. ഡിനൈ ചെയ്യുന്നത് എന്തിനാ? ബാക്കി ലോകരാജ്യങ്ങളിലും ഇല്ലത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഒരു ലോകരാജ്യങ്ങളും. ഇപ്പോൾ അമേരിക്ക ആക്സെപ്റ്റ് ചെയ്യൂ, അവർ സ്പൈ വർക്ക് നടത്തിയിട്ട് അവിടെ വേറെ രാജ്യത്ത് ഇങ്ങനെ ചെയ്തു എന്നുള്ളത്? ചൈന ചെയ്യൂ, റഷ്യ ചെയ്യൂ. റഷ്യ അല്പം ചെയ്താൽ ചെയ്യൂ, ഉക്രൈൻ ചെയ്യൂ. ഇത് ഒരു രാജ്യങ്ങളും, ഇസ്രായേൽ അടക്കം ഒരു രാജ്യങ്ങളും അവരുടെ ടോപ്പ് സ്പൈ സീക്രട്സ് പുറത്ത് പറയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പ്രൂഫുകളൊന്നും അവൈലബിൾ ആവില്ല.
രാജ്യങ്ങൾ ഡിനൈ ചെയ്യും. അപ്പോൾ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടന്നില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. എല്ലാ രാജ്യങ്ങളും നടത്തുന്ന പോലെ ഇന്ത്യക്കും ടോപ്പ് സ്പൈസ് കാണും, അതിൻ്റെ ഓപ്പറേഷൻസ്, അതിൻ്റെ ഇൻ്റലിജൻസ് വർക്കുകൾ കാണും. അതൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രയും സേഫായിട്ട് രാജ്യത്ത് ജീവിക്കുന്നതും. ഇന്ത്യ ഈസ് എമേർജിങ് ടു ബി എ മോസ്റ്റ് പവർഫുൾ കൺട്രി ഇൻ ദ വേൾഡ്. നമ്മളൊരു പവർ പൊസിഷനിലേക്ക് എത്താൻ തന്നെ കാരണം നമ്മളുടെ ഇൻ്റലിജൻസും നമ്മുടെ അങ്ങനത്തെ പരിപാടികളും തന്നെയാണ്. एक्चुअली में रहमान डकैत की मौत 9 अगस्त को ही हुई थी। वो पुलिस ऑफिसर चौधरी असलम के एक इनकाउंटर ऑपरेशन में मारा गया था, लेकिन फिल्म में ऐड किया गया कि भारत का एक फिक्शनल सीक्रेट एजेंट इसमें शामिल था। दिखाया है कि रहमान डकैत के मरने से पहले वो उसे हॉस्पिटल तक लेकर आया, लेकिन असलियत में ऐसी कोई न्यूज रिपोर्ट नहीं है। आप ये 10 अगस्त 2009 की न्यूज देख सकते हो, जहां बताया गया है कि उसका इनकाउंटर बिन कासिम इलाके में हुआ। पीपल्स अमन कमेटी के चेयरमैन अब्दुल मजीद सरबाजी ने एक्सप्रेस ट्रिब्यून को ऑटोप्सी रिपोर्ट के बारे में बताया कि रहमान डकैत को 3 फुट की दूरी से गोली मारी गई। फरवरी 2010 का ये डॉन का न्यूज आर्टिकल देखिए। रहमान की पत्नी ने एलेज किया कि ये एक फेक इनकाउंटर था और एसएसपी चौधरी असलम के खिलाफ एफआईआर ऑर्डर की गई। हम हाई कोर्ट भी जाएंगे, सुप्रीम कोर्ट भी जाएंगे। हम जरदारी साहब से भी अपील करते हैं कि इस केस के मुतालिक गौर करें और चौधरी असलम के खिलाफ एक्शन ले। तो अब क्या फैक्ट है और क्या फिक्शन, ऑडियंस ये नहीं जान पाती, और जानना तो छोड़िए, फिल्म में खोए हुए दर्शक इस बात पर गौर भी नहीं करते। इसी कारण से उनके लिए ये सब कुछ एक गॉस्पेल ट्रुथ बन जाता है। आज जो तमाचा है इन लोग के ऊपर, क्योंकि वो हमेशा से सच छुपाते आए। आज जो मूवीज बन रही है, चाहे आर्टिकल 370 बने, चाहे हक बने और धुरंधर जैसी मूवीज, ये सच है। रियलिटी बेस्ड है तो एजेंट को वहाँ ताली बजाने तो भेजेंगे नहीं, तो वॉयलेंस ही होगा। कि अगर आप इंडियन हो, मैं तो कहूँगा आप कहीं से भी हो, अगर आपको फैक्ट से प्रॉब्लम है तो आपको इस मूवी से प्रॉब्लम है। अब आप में से कुछ लोग सोचोगे कि कई और ऐसी फिल्में होती हैं जो इंस्पायर्ड फ्रॉम रियल इवेंट्स होती हैं, लेकिन उनमें फिक्शन ऐड किया जाता है, जैसे कि भाग मिल्खा भाग हो गई या दंगल की कहानी हो गई। लेकिन आमतौर पर जब फिल्म मेकर्स ऐसा करते हैं, वो चीजों को और सस्पेंसफुल और थ्रिलिंग बनाने के लिए करते हैं। लेकिन आदित्य थर जब ऐसा करता है, वो सिर्फ और सिर्फ अपना झूठा प्रोपेगेंडा फैलाने के लिए करता है। ആദിത്യ ധർ ഈ സിനിമയ്ക്കകത്ത് ദ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് പാകിസ്ഥാനിലെ ലഹരി എന്ന് പറഞ്ഞ സ്ഥലത്ത് നടക്കുന്ന അവിടുത്തെ ഗുണ്ട പോലീസ് ക്ലാഷാണ്. ഓക്കെ, അവിടുത്തെ ദ ബിഗ്ഗസ്റ്റ് ഡോൺ റഹ്മാൻ ദക്കേത്ത്. ഓക്കെ, ഈ റഹ്മാൻ ദക്കേത്ത് എന്ന് പറഞ്ഞ വ്യക്തിയും അവിടുത്തെ പോലീസ് ഓഫീസേഴ്സും അവിടുത്തെ ഗുണ്ട ഗ്യാങ്ങുകളും തമ്മിലുള്ള ഒരു ഫൈറ്റ്. അവിടുത്തെ പാകിസ്ഥാൻ്റെ ഭരണം ലഹരി പിടിച്ചാൽ പിന്നെ കറാച്ചി പിടിക്കാം, കറാച്ചി പിടിച്ചാൽ പാകിസ്ഥാനായി എന്നുള്ള രീതിക്ക് അവിടെ പൊളിറ്റിക്സിന് അതിനകത്ത് നടക്കുന്ന ഇൻസിഡൻറ്റിൽ നമ്മുടെ റോ ഏജൻറ്റ് ആയിട്ടുള്ള രൺവീർ ചെയ്ത ക്യാരക്ടർ കടന്നു വരുന്നു. അവരുടെ പല പ്ലാനുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഇൻ്റലിജൻസിനെ അറിയിക്കുന്നു. ഇന്ത്യയിൽ നടന്നപ്പോൾ ബോംബെ അറ്റാക്ക് ആണെങ്കിൽ പോലും അതിനകത്ത് നമ്മൾ റോ ഏജൻറ്റ് ഇവരുടെ കൂട്ടത്തിലൊരാളായിട്ട് നിന്നിട്ട് അതിൻ്റെ ഇൻഫർമേഷൻസ് ചോർത്തി കൊടുക്കുന്നു ഇന്ത്യയിലേക്ക്. അങ്ങനെ ഈവൻ ഈ പറഞ്ഞ റഹ്മാൻ ദക്കേത്തിനെ വകവരുത്തിയതിൻ്റെ പിന്നിലും ഇന്ത്യൻ റോ ഏജൻ്റാന്ന് പറയുമ്പോൾ ഇത് സിനിമാറ്റിക് ആക്കിയതാണ്, മനസ്സിലായി. പക്ഷെ അത് ഇവിടെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ദുർറാത്തെ, എന്തിനാണ് ആദിത്യധർ അങ്ങനൊരു പൊളിറ്റിക്സ് അതിൽ കൊണ്ടുവന്ന് വെച്ച് ഈ രീതിയിൽ അത് ഇന്ത്യൻ റോ ഏജൻറ്റ് ചെയ്തതാന്നുള്ള രീതിക്ക് മാറ്റിയത്. ഇപ്പോൾ ANI ന്യൂസ് പാകിസ്ഥാനിൽ ലഹരിയിൽ ചെന്നിട്ട് അവിടുത്തെ ലോക്കൽസിനോട് ഇപ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ ആളുകളൊക്കെ ഓൾമോസ്റ്റ് ഇപ്പോഴും പല മുഖങ്ങളും കാണുന്നതും അറിയുന്നതുമായിട്ടുള്ള ആളുകളൊക്കെ പാകിസ്ഥാനിൽ ഇപ്പോഴും ഉണ്ട്. ഈ സിനിമയിൽ റെഫർ ചെയ്ത് പോയ കുറേ ആളുകൾ. അല്ലാതെ ഇതൊക്കെ അറിയുന്നതൊക്കെ റീസെൻ്റ്ലി സംഭവിച്ച സംഗതികളായതുകൊണ്ട് ഒരു early 2000 മുതൽ സംഭവിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ കുറേയൊക്കെ ഫുട്ടേജുകളുണ്ട്, കുറേയൊക്കെ അവിടെ ഇപ്പോഴും ആ സ്ഥലങ്ങളുണ്ട്. ഇതൊന്നും പുരോഗമിച്ചിട്ടൊന്നുമില്ല. ലേരിയിലൊക്കെ ANI ന്യൂസിൻ്റെയൊക്കെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണോ സിനിമയിൽ മറ്റേ രൺവീർ ചെന്നിട്ട് ലേരിയുടെ ആ ഒരു കവാടത്തിന് മുന്നിൽ നിൽക്കുന്നത് അതേപോലുള്ള സാധനങ്ങൾ ഇപ്പോഴും അവിടെ ഉണ്ട്. കറക്റ്റാണ്, അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പം അങ്ങനെ ഉള്ളൊരു സമയത്ത് അവിടുത്തെ ജനങ്ങൾ, ഇപ്പോൾ പാകിസ്ഥാനിലെ ജനങ്ങളാണെങ്കിൽ പോലും ഈ ദുരന്തർ സിനിമയ്ക്ക് ഇത്രയും ക്യൂരിയോസിറ്റിയോട് കൂടി കാണാനും അതിലെന്താണെന്ന് അറിയാനുമുള്ള അവരുടെ ഒരു ആകാംക്ഷ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ നാട്ടിൽ നടന്ന ഇങ്ങനത്തെ ഇൻസിഡൻസ്, ഇപ്പോൾ ഈ പറഞ്ഞ ASP ചൗധരിയും പിന്നെ റഹ്മാൻ ദക്കേത്തും തമ്മിലുള്ള ലേരിയിൽ നടന്ന വയലൻസ്, ഈ സംഗതികളുടെയൊക്കെ ഒരു റീസെൻറ്റ് റിയാലിറ്റി അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതിൽ ഇന്ത്യൻ സ്പൈ വെച്ചത് പ്രൊപ്പഗണ്ടയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതാണ് എന്നുള്ളതിനെ. ഇപ്പോൾ എനിക്ക് ആസ് എ വ്യൂവർ ഞാൻ കണ്ടു, ഇഷ്ടപ്പെട്ടു, എനിക്കത് ഇഷ്ടമായി. ബട്ട് സ്റ്റിൽ അതൊരു പ്രൊപ്പഗണ്ടയാണോ എന്ന് ചോദിച്ചാൽ യെസ് ഇറ്റ്സ് എ പ്രൊപ്പഗണ്ട. പക്ഷെ അത് ആളുകൾ എങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു? ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താ? അത് അയാളുടെ ഫിലിം മേക്കിംഗ്.
അത് കൂടി അയാൾ പ്രൊപ്പഗണ്ട കടത്തിയോ അല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയം കടത്തിയോ, ദാറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ബട്ട് അത് ആളുകൾക്ക് മനസ്സിലാവാതെ അയാൾ കടത്തി. അത് അയാളുടെ ഫിലിം മേക്കിംഗ് സ്കില്ലെന്നേ പറയാൻ പറ്റൂ. ഇതിന് തന്നെ ഒരു എക്സാമ്പിളായിട്ട് ദുരൂറായിട്ട് വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മുടെ ഹിറ്റ്ലറിൻ്റെ ടൈമിൽ ഒരു ഫിലിം മേക്കർ ഇതേപോലെ ഹിറ്റ്ലർ ചെയ്ത കാര്യങ്ങളെ ഗ്ലോറിഫൈ ചെയ്ത് അതൊരു മൂവി മേക്കിംഗ് പാറ്റേണിലേക്ക് പല ആംഗിൾസ് വെച്ചപ്പോൾ സിനിമയിലെ ചില ആംഗിൾസിൽ കാര്യങ്ങൾ മാറും. ഒരു ഹീറോയുടെ ഒരു എൻട്രി അല്ലെങ്കിൽ ഹീറോയുടെ ഒരു ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ആ ഹീറോ പ്രൊജക്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഡയലോഗ് അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനൊക്കെ ചില ക്യാമറ ആംഗിളിൽ ഹീറോനെ ശരിക്കും ദൈവമാക്കി മാറ്റും ആളുകൾക്ക്. അത് ആരാധിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റുന്ന രീതിയിലുള്ള ചില ക്യാമറ ആംഗിൾസ് ഉണ്ട്. അങ്ങനെ ഒരു ക്യാമറ ആംഗിൾ വർക്കിലൂടെ ഈ പറഞ്ഞ ഹിറ്റ്ലറിൻ്റെ കാലഘട്ടത്തിൽ ഒരു ഫിലിം മേക്കർ വളരെ ഈസി ആയിട്ട് അത് ഹിറ്റ്ലറിൻ്റെ ഹീറോയിക്സ് ആക്കി മാറ്റി പല കാര്യങ്ങളും ഹിറ്റ്ലർ ചെയ്തത്. അതൊരു റെഫറൻസ് ആക്കി വെച്ചത്. ആദിത്യദർ ഒളിച്ചു കടത്തിയ ഈ പ്രൊപ്പഗണ്ട ആദിത്യദർ എങ്ങനെ എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങളത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ മോഡി ഭരണത്തിന് ശേഷം ചിലപ്പോൾ ആദിത്യദറിനോട് ചോദിക്കുകയാണ് ഈ സിനിമ ഒരു പ്രൊപ്പഗണ്ട ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല, ജസ്റ്റ് ഞാൻ റിയലായിട്ട് നടന്ന കുറേ ഇൻസിഡൻസിൽ ഞാൻ കുറച്ച് ഫിക്ഷണലായിട്ടുള്ള ക്യാരക്ടേഴ്സിനെ കേട്ടിട്ട് ഞാനൊരു പടം എടുത്തു എന്നുള്ള ഒരൊറ്റ വാക്കിൽ ഇയാൾ പറഞ്ഞ് നിർത്തി പോകും എന്നുള്ളതും ഇവിടെ ധ്രുവരാത്തെ പറയുന്നുണ്ട്. ചിലപ്പോൾ നിർത്തി അങ്ങനെ പറഞ്ഞിട്ട് പോവാം, മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞിട്ടും പോവാം. സി വാട്ട് വി ആസ് എൻ ഓഡിയൻ എക്സ്പെക്റ്റ്, അതാണ് ഇവിടെ രാജ്യത്ത് കുറേ വർഷങ്ങളായിട്ട് കാലങ്ങളായിട്ട് ഇവിടുത്തെ മീഡിയാസ് അടക്കം പറഞ്ഞ് നടക്കുന്ന ഒരു നറേറ്റീവ് ഉണ്ട്. വി ഡെഫിനറ്റ്ലി ഹാവ് സ്പൈ ഏജൻറ്റ്സ്. കാനഡയിൽ ഇപ്പോൾ ഒരാൾ ഇന്ത്യക്കെതിരെ എന്തെങ്കിലും പറഞ്ഞു അയാളെ തട്ടി, അമേരിക്ക പറഞ്ഞു അയാളെ തട്ടി. ഇതാര് തട്ടുന്നു? ആരാണ് ഈ അജ്ഞാതൻ? അപ്പോൾ ഇന്ത്യയിൽ വരുന്ന നറേറ്റീവ് എന്നാൽ നമ്മൾക്കിത് എപ്പോഴും നമ്മളുടെ രാജ്യത്തിനെയും നമ്മുടെ രാജ്യത്തുള്ള നമ്മളുടെ ഇൻ്റലിജൻസിനെയും നമ്മളെ ആർമീനെയും നമ്മൾ ഹീറോസ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഹീറോസ് തട്ടി എന്നുള്ളൊരു കാര്യം ചുമ്മാ ആരെങ്കിലും പറഞ്ഞ അടക്കം നമ്മൾ വിശ്വസിക്കുന്ന ഒരു ജനതയാണ് നമ്മൾ. കാരണം അത് നമ്മളെ മറ്റേ ഇതാണ്, ചോര തിളയ്ക്കണം ഞരമ്പുകൾ. അത് യൂസ് ചെയ്യുന്ന രാഷ്ട്രീയക്കാരുണ്ട്, അത് യൂസ് ചെയ്യുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ട്, മനസ്സിലായില്ല? അങ്ങനത്തെ ഒരു പ്രൊപ്പഗണ്ട ഇതിനകത്തും ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ പറയുന്നേ ഇല്ല. ബട്ട് അതവർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിലവർ ഭയങ്കര സക്സസ്ഫുള്ളായി. ആദ്യത്തെ ഒരാഴ്ച വീണ പടം ഇങ്ങനത്തെ എന്താ പറയുക ഈ ആസ്പെക്റ്റുകൾ ആരൊക്കെയോ പറഞ്ഞു കൊടുക്കാനുള്ളത് കൊണ്ടും യൂട്യൂബിൽ പല ആളുകളും വന്നിട്ട് ഇതിൻ്റെ റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനായിട്ട് കണക്ട് ചെയ്ത് റിയൽ ലൈഫ് ഇൻസിഡൻസിനായിട്ട് കണക്ട് ചെയ്ത് ഈ സിനിമ എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിൻ്റെ കുറേ കോൺസ്പിറസീസ് കൊണ്ടുവരാൻ തുടങ്ങി, ഇതിൽ കുറേ പെർസ്പെക്റ്റീവ്സ് കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ ആയപ്പോഴത്തേക്ക് സിനിമ എൻഗേജിങ് ആയിട്ട് ആളുകൾക്ക് തോന്നി. ഇപ്പോൾ ഈ വീഡിയോ കണ്ടാലടക്കം ചിലപ്പോൾ ആളുകൾ പോയിട്ട് ഇനി ദുരന്തര സിനിമയ്ക്ക് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. കാരണം അത്രയും ക്ലോസ് റിസംബ്ലൻസ് ആണ് പല കാര്യത്തിലും ഇവർ വെച്ചിട്ടുള്ളത്. साल 2011 का ये न्यूज आर्टिकल देखिए दोस्तों, करेंसी पेपर सप्लाई करने वाली ब्रिटिश कंपनी पर बैन लगा। मिनिस्टर ऑफ स्टेट फॉर फाइनेंस नमो नारायण मीना ने राज्यसभा को बताया कि ब्रिटिश कंपनी डेलारू का भारतीय रिजर्व बैंक नोट मुद्रा प्राइवेट लिमिटेड के साथ एक कॉन्ट्रैक्ट था बैंक नोट का पेपर सप्लाई करने के लिए। अब जुलाई अगस्त 2010 में ये बात नोटिस में आई कि डेलारू द्वारा सप्लाई किया जा रहा पेपर प्रिस्क्राइब्ड स्पेसिफिकेशंस के मुताबिक नहीं था। कंपनी ने बाद में इस कमी को स्वीकार किया, जिसके बाद मनमोहन सिंह सरकार द्वारा इस ब्रिटिश कंपनी को सिक्योरिटी क्लियरेंस मना कर दी गई। आगे देखिए आर्टिकल में क्या लिखा है। इन्फोर्समेंट एजेंसीज ने जो रिसेंटली जाली करेंसी पकड़ी थी उनकी क्वालिटी लीगल करेंसी नोट्स के जैसी थी। इंटेलिजेंस रिपोर्ट्स ने सजेस्ट किया कि पाकिस्तान में हाई सिक्योरिटी प्रेस में जाली नोट छापे जाते हैं और भारतीय अर्थव्यवस्था को हिलाने के लिए भारत में स्मगल किए जाते हैं। इस न्यूज आर्टिकल को पढ़कर आपको क्या फीलिंग आ रही है? यही ना कि हमारी इन्फोर्समेंट एजेंसीज अपना काम कर रही थी, इंटेलिजेंस एजेंसीज अपना काम कर रही थी और उनके इनपुट्स के आधार पर मंत्री एक्शन भी ले रहे थे। लेकिन फिल्म ने इस जाली नोट के रेफरेंस को लेते हुए दिखाया कि कैबिनेट मिनिस्टर ने नोट छापने की मशीन को फॉल्टी बताया और फिर वो मशीन पाकिस्तान पहुंच गई, जबकि इस बात का रत्ती भर भी कोई सबूत नहीं है। कोई भी ऐसी न्यूज आपको नहीं मिलेगी ऐसा कुछ भी हुआ हो। अगर आप ये कहोगे कि उस समय ये खबर बाहर कैसे आती, लेकिन 2014 के बाद से तो मोदी सरकार आ रखी है। अगर उस समय कुछ ऐसा हुआ था तो उस मंत्री को पकड़ो और जेल में डाल दो। 11 सालों से उसका कुछ भी जिक्र क्यों नहीं किया गया? ഇത് വേറൊരു പോർഷനാണ്. ഇതിനകത്ത് ഒരുപാട് ഇപ്പോൾ ധ്രുവരാത്തേക്ക് ക്രിറ്റിസിസം കിട്ടാനുള്ള ഒരു സ്ഥലം കൂടി ഇതായിരുന്നു ഈ വീഡിയോക്കകത്ത്. മൻമോഹൻ സിംഗ് ഗവൺമെൻറ് ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് പാകിസ്ഥാനിൽ ഇന്ത്യയുടെ ഫേക്ക് നോട്ട്സ്, ഓക്കെ, ഇവിടെ നിന്നുള്ള നോട്ട്സിൻ്റെ ഫേക്ക് നോട്ട്സ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് സിനിമയിൽ കാണിക്കുമ്പോൾ ഇത് അവിടുത്തെ ഒരു ഇന്ത്യയിൽ നിന്നുള്ള ഒരു ക്യാബിനറ്റ് മിനിസ്റ്റർ, ഓക്കെ, ഇതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ള പേഴ്സ്പെക്റ്റീവിലാണ് സിനിമയിൽ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത്, ഓക്കെ.
അതിനുവേണ്ടി ഈ സിനിമയിൽ പ്ലേസ് ചെയ്ത 1-2 ക്യാരക്ടേഴ്സും കൂടി ഉണ്ട്. ആൻഡ് ആ ഒരു 2 ക്യാരക്ടേഴ്സ് ചേർന്നിട്ട് ഇന്ത്യയിലേക്ക് ഈ പറഞ്ഞ മൊത്തം കള്ളനോട്ടിൻ്റെ പരിപാടികൾ എടുത്തു കൊണ്ടുവന്ന് വെച്ച് ഇന്ത്യയെ ഇല്ലാതാക്കാം എന്നുള്ള രീതിക്ക് കാര്യങ്ങൾ മാറ്റി. അപ്പോൾ ആ കള്ളനോട്ടിൻ്റെ പരിപാടി മോദി ഗവൺമെൻറ് വന്നതിന് ശേഷം ഇങ്ങനെ ഒരു മൻമോഹൻ സിംഗ് ഭരിച്ച സമയത്ത് ഇതാര് ഇന്ത്യയിലേക്ക് ഏത് ക്യാബിനറ്റ് മിനിസ്റ്റർ ഈ ഒരു കാര്യങ്ങൾ ഒറ്റിക്കൊടുത്തു, അല്ലെങ്കിൽ ആ ടൈമിൽ ഇന്ത്യയിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് കള്ളനോട്ട് ഇറങ്ങുന്നതിനെ കുറിച്ചിട്ട് ഒരു ട്രാക്ക് ഉണ്ട് എന്നുള്ളത് മോദി ഗവൺമെൻറ് അല്ലെങ്കിൽ BJP അന്നേ അറിയായിരുന്നു എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് BJP ഗവൺമെൻറ് ഭരണത്തിൽ വന്ന സമയത്ത് അന്ന് ഇന്ത്യയെ ഒറ്റിക്കൊടുത്തവർ, ഇന്ത്യയുടെ സാമ്പത്തിക അവസ്ഥയെ നശിപ്പിക്കാൻ ശ്രമിച്ചവരെ ഇവർ പിടിക്കുന്നില്ല? അങ്ങനൊരു ചോദ്യം ഇതിനകത്ത് ചോദിച്ചു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല, അന്ന് അങ്ങനത്തെ ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയ സമയത്ത് മൻമോഹൻ സിംഗ് കൃത്യമായിട്ട്, ആ ഗവൺമെൻറ് കൃത്യമായിട്ട് പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഫേക്ക് നോട്ട്സിൻ്റെ വരവ് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം തടഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള, അതായത് ഒരിക്കലും ഒരു കോൺഗ്രസ് ഗവൺമെൻറ്റിനെ ഗ്ലോറിഫൈ ചെയ്തോ അല്ലെങ്കിൽ അവർ ചെയ്ത നടപടികളെക്കുറിച്ച് എവിടെയും പരാമർശിക്കാതെ എന്തുകൊണ്ട് ഈ സിനിമ മുന്നോട്ട് കൊണ്ടുപോയി എന്നുള്ളൊരു ചോദ്യം ഇതിനകത്ത് നമ്മുടെ ധ്രുവ് റാത്തെ ആദിത്യധറിനോട് ചോദിച്ചു വെക്കുന്നുണ്ട്. അതും ഞാൻ ഈ പറഞ്ഞ പോലെ ഇങ്ങേര് ഏറെ പോകാനുള്ള ഒരു ഐറ്റമായിട്ട് മാറി ധ്രുവ് റാത്തെ. കാരണം ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇവിടെ ഭയങ്കരമായിട്ട് ഇയാളെ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. ഓക്കെ, അതായത് കോൺഗ്രസ്സിന് വേണ്ടി കുരയ്ക്കുന്ന ഒരു ജർമ്മൻ ഷെപ്പേർഡ് മാത്രമാണ് ഈ പറഞ്ഞ ധ്രുവ് റാത്തെ എന്ന് പറയുന്നവരുടെ മുന്നിൽ ഇങ്ങനൊരു ചോദ്യം വീഡിയോനകത്ത്, അതായത് കോൺഗ്രസ് ഗവൺമെൻറ് ചെയ്ത പ്രവർത്തികളോ അല്ലെങ്കിൽ അവർ ഇതിനെ തടയിടാൻ വേണ്ടി ശ്രമിച്ച കാര്യങ്ങളോ വീഡിയോയിൽ ഉൾപ്പെടുത്താതെ, സിനിമയിൽ ഉൾപ്പെടുത്താതെ പോയ ആദിത്യധറിനോട് ആ ചോദ്യം എന്തിനു ചോദിച്ചു, അതിൻ്റെ ആവശ്യം എന്താണ് എന്ന് ചോദിച്ചിട്ട് ധ്രുവ് റാത്തേനെ ക്രിട്ടിസൈസ് ചെയ്യുന്നവരും കുറവല്ല. इसी तरह फिल्म में दिखाया गया कि 26/11 हमले से पहले इंटेलिजेंस इनपुट्स मौजूद थे। ये बात सच है। जैसे कि यूके के एक डिफेंस और सिक्योरिटी थिंक टैंक RUSI का ये नवंबर 2009 का आर्टिकल देखिए। इसमें बताया है कि कुछ इंटेलिजेंस इनपुट्स मौजूद थे लेकिन बहुत स्पेसिफिक नहीं थे। पुलिस और कोस्ट गार्ड उन पर एक्शन नहीं ले सकी। रेलवे प्रोटेक्शन फोर्स के पास पुरानी बोल्ट राइफल्स थी। जो एलीट NSG है, नेशनल सिक्योरिटी गार्ड, वो अटैक के 10 घंटे बाद पहुंच सकी, जिससे लॉजिस्टिक्स की कमी दिखती है। ऊपर से उनके पास नाइट विजन गॉगल्स नहीं थे और एक ऑपरेशन कमांड सेंटर की कमी थी। यानी यहां इंटेलिजेंस फेलियर के अलावा स्विफ्ट रिस्पांस और कोऑर्डिनेशन की कमी भी देखी गई। लेकिन क्या हम इन फेलियर्स की वजह से ये अज्यूम कर सकते हैं कि मनमोहन सिंह की सरकार गद्दार थी और उन्होंने जानबूझकर यह हमला होने दिया? अगर आप ऐसा कहोगे तो अटल बिहारी वाजपेयी की सरकार और मोदी सरकार भी उस गद्दारी के कटघरे में आ जाएंगी। क्योंकि चाहे IC-814 का कांधार फ्लाइट हाईजैक हो, कारगिल वॉर हो, 2016 का उड़ी टेरर अटैक हो या 2019 का पुलवामा आतंकी हमला हो, इन सब के लिए भी इंटेलिजेंस पहले से ही मौजूद था। मुझ पर यकीन नहीं होता, इन रिपोर्ट्स को देखो। कांधार फ्लाइट हाईजैक को लेकर पहले से इनपुट थे जिन पर काम नहीं हो पाया, और जब प्लेन अमृतसर में रीफ्यूलिंग के लिए उतरा वहां पर भी थ्रेट को न्यूट्रलाइज नहीं किया जा सका। इसी हाईजैक के दौरान मसूद अजहर जैसे खतरनाक आतंकी को छोड़ा गया था। बाद में कई आतंकी हमलों में उसकी इन्वॉल्वमेंट देखी गई, जैसे कि 2001 का JNK असेंबली अटैक, 2001 का इंडियन पार्लियामेंट अटैक, 2008 का 26/11 अटैक, 2016 पठानकोट अटैक, 2019 पुलवामा अटैक और अब 2025 में रेड फोर्ट टेरर अटैक। इंडिया टुडे के इस न्यूज आर्टिकल को देखिए। उड़ी आर्मी इंस्टॉलेशन के टारगेट होने को लेकर स्पेसिफिक इनपुट्स मौजूद थे। IB ने आर्मी यूनिट्स को अलर्ट भी किया था, लेकिन फिर भी उड़ी टेरर अटैक हो गया। पुलवामा आतंकी हमले को देखिए। फ्रंटलाइन की एक इन्वेस्टिगेशन ने बताया था कि 2-3 नहीं 11 इंटेलिजेंस इनपुट्स मौजूद थे। कितने? 11 इंटेलिजेंस इनपुट्स। चाहे इंटेलिजेंस फेलियर हो या इंटेलिजेंस इनपुट होने के बावजूद खराब कोऑर्डिनेशन हो या खराब प्लानिंग की वजह से चूक जाना हो, इन सभी फेलियर्स के लिए सरकार और सिक्योरिटी एजेंसीज को क्वेश्चन किया जाना चाहिए। और ये किसी भी नागरिक का अधिकार ही नहीं बल्कि फर्ज है। ये सवाल लोग BJP सरकार से भी पूछते हैं और पहले कांग्रेस सरकार से भी पूछते थे। हर तरफ आलोचना भी होती थी। लेकिन चाहे कांग्रेस सरकार हो या BJP सरकार, किसी के लिए भी ये कहना कि ये सरकार गद्दार है और जानबूझकर आतंकी हमला होने दे रही है, ऐसे एक्स्ट्रा ऑर्डिनरी क्लेम्स के लिए एक्स्ट्रा ऑर्डिनरी एविडेंस की जरूरत होती है। अभी हाल ही में हुए रेड फोर्ट टेरर अटैक पर भी ऐसी अफवाहें उठाई जा रही थी कि अगले दिन इलेक्शन थी तो मोदी सरकार ने जानबूझकर करवाया होगा। मैंने अपने वीडियो में खुलकर कहा था कि सरकार को इस तरीके से ब्लेम करना सही नहीं है। मैं मानता हूं कि इस सरकार ने ऐसे कई काम किए हैं जिससे इन पर बिल्कुल ट्रस्ट नहीं किया जा सकता, लेकिन इस तरीके से बिना किसी सबूत के इस तरीके से कंक्लूजन पर पहुंच जाना यह भी बहुत गलत है। लेकिन
അതായത് BJP ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്ത്യയിൽ നടക്കുന്ന പല അറ്റാക്കുകൾക്കും പിന്നിൽ ഇതേ ഗവൺമെൻറ് അല്ലെങ്കിൽ ഇതേ ഗവൺമെൻറ്റിൻ്റെ പ്രൊപ്പഗണ്ട, ഇതേ ഗവൺമെൻറ്റിൻ്റെ നാടകം, ഡ്രാമയാണ്. അവർക്ക് എന്തെങ്കിലും ഒരു കാര്യം ആളുകളിൽ നിന്ന് മറയ്ക്കണം എന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു വെട്ടിപ്പ് നടത്തണം എന്നുണ്ടെങ്കിൽ, ആദ്യം ആളുകളുടെ വലിയൊരു വികാരം, ഒരു ചോദ്യം ഭരണത്തിനെതിരെ വരുന്നുണ്ടെങ്കിൽ അതിനെതിരെ ഒരു കൗണ്ടർ സ്ട്രൈക്ക് നടത്തണം എന്നുണ്ടെങ്കിൽ അവർ കുറേ ഇതേപോലെ ടെറർ അറ്റാക്സ് കൊടുത്തിടും എന്നുള്ളൊരു നെറേറ്റീവ് ഇവിടെ ഇറക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇത് കോൺഗ്രസ് സർക്കാർ ഭരിച്ച സമയത്തും ഇതേപോലെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ട് അതിനുശേഷം പല അറ്റാക്കുകളും ഉണ്ടായിട്ടുണ്ട്. അത് തടയാൻ ഇന്ത്യ ഫെയിലായിട്ടുമുണ്ട്. സെയിം സംഗതി ഇപ്പോൾ BJP ഭരിക്കുമ്പോഴും ഓരോ അറ്റാക്കിന് മുന്നേയും കൃത്യമായിട്ട് IB റിപ്പോർട്ട്സ് വരുന്നുണ്ട്. ആ റിപ്പോർട്ട്സിനനുസരിച്ച് ഒരു കോർഡിനേഷൻ ഇവിടെ നടക്കുന്നില്ല. അതനുസരിച്ചിട്ടുള്ളൊരു എന്താ പറയുക, കറക്റ്റ് മെഷേർഡ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രൊസീജിയേഴ്സ് എടുക്കാത്തത് കൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും നമുക്ക് ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ടെറർ അറ്റാക്സ് ഇന്ത്യയിൽ നടത്തി വന്ന ടീം തിരിച്ചുപോയി, അല്ലെങ്കിൽ വന്ന ടീം അത് സക്സസ്ഫുൾ ആക്കി നടത്തിയതിനു ശേഷം അവരത് ആഘോഷിച്ചു. ഇത് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓരോ ഗവൺമെൻറ് ഭരിച്ച കാലം മുതലേ ഇത് നടക്കുന്നുണ്ട്. അത് നമ്മുടെ ഇൻ്റലിജൻസിൻ്റെ ഫെയിലിയർ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഇൻ്റലിജൻസ് റിപ്പോർട്ട് വരുമ്പോൾ ഇവിടെ കോർഡിനേഷൻ ഫെയിൽ ആവുന്നത് കൊണ്ടാണ്. അതിനെക്കൊണ്ടിപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ സർക്കാരിനെ കുറ്റം പറഞ്ഞാലും മോദി സർക്കാരിനെ കുറ്റം പറഞ്ഞാലും എവിഡൻസ്, കൃത്യമായ എവിഡൻസ് ഇല്ലാതെ അതെങ്ങനെ പറയാൻ പറ്റും എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നിടത്താണ് ഇവിടെ തിരിച്ച് നമ്മൾ ധ്രുവറാത്തയുടെ വീഡിയോയിലൊന്ന് ചിന്തിക്കുക. ഇഫ് ദിസ് ഈസ് എ പ്രൊപ്പഗണ്ട മൂവി, ഓക്കെ, ഇതിലൊരു പ്രൊപ്പഗണ്ട ഉണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നേ ഇല്ല. പല പോർഷൻസിനകത്തും ഈ ഒരു പെർട്ടിക്കുലർ സിനിമയ്ക്കകത്ത്, ദുരന്തറിനകത്ത് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ എന്തോ വലിയൊരു സംഭവ പ്രൊജക്റ്റിൻ്റെ മുകളിലോ, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ലോകത്തിൻ്റെ മുന്നിൽ ഇന്ത്യനെ സൂപ്പർ പവറാക്കി വളർത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഇൻ്റലിജൻസിനെ കൈയഴിഞ്ഞ് സഹായിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ കാണിക്കുന്നത് കൊണ്ടൊക്കെയാണ് ഇന്ത്യയുടെ ദ മോസ്റ്റ് പവർഫുൾ, എന്താ പറയുക, ഈ മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദുരൂഹ ഫിഗർ, അജ്ഞാതൻ, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ത്യ ലോകരാജ്യങ്ങളുടെ മുന്നിൽ പവറായിട്ട് നിൽക്കുന്നത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഐറ്റം. അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന സ്പൈ ഏജൻസിൽ നിന്ന് റെഫറൻസ് എടുത്തിട്ട് കൊണ്ടുവന്ന രൺവീറിൻ്റെ ക്യാരക്ടർ, ആ ക്യാരക്ടറിനൊക്കെ വെച്ചിട്ട് ഇവിടെ ഒരു ബിൽഡപ്പ് കൊണ്ടുപോവുകയാണ്. മനസ്സിലായില്ലേ? ഈ ഗവൺമെൻറ് മാറി ഇനി ഒരു കോൺഗ്രസ് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാൽ നമ്മളെ മൊത്തം ഇൻ്റലിജൻസും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഹീറോയിക് സാധനങ്ങളൊക്കെ നടക്കുകയോ ഇല്ല എന്നുള്ളൊരു ചോദ്യം ഇട്ടിട്ട് പോവുകയാണ്. അത് ഈ ഗവൺമെൻറ്റിനെ കൊണ്ടല്ലേ സാധിക്കൂ എന്നുള്ളൊരു സംഗതി പറഞ്ഞു വെക്കുകയാണ്. അവിടെയാണ് ഇത് ഡോഗ് വിസിൽ ചെയ്യാണ് ഈ ഒരു സിനിമയിലൂടെ ആദിത്യദർ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ധ്രുവറാത്തെ പറഞ്ഞു വെച്ച് പോകുന്നു. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞല്ലോ പല കാര്യങ്ങളും. ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ ക്യാരക്ടർ, രൺവീർ ചെയ്ത ക്യാരക്ടർ ചിലർക്ക് രവീന്ദ്ര കൗശിക്, ദ ബ്ലാക്ക് ടൈഗർ, ഇന്ത്യയുടെ ദ ടോപ്പ് സ്പൈ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ കുറേ എന്താണോ അദ്ദേഹത്തിൻ്റെ സോ കോൾഡ് മീഡിയയിലുള്ള കഥകൾ, നമുക്കിതൊക്കെ ഒരു റിയലാന്നുള്ള സംഗതി നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഒരു സ്പൈ വർക്കും അല്ലെങ്കിൽ നടന്ന ഒരു സ്പൈ ആക്ഷൻസും നമുക്കത് റിയലാന്ന് പറഞ്ഞിട്ട് നമുക്കത് അവരിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻസ് അല്ല, ഇന്ത്യൻ ഗവൺമെൻറ് കിട്ടിയ ഇൻഫർമേഷൻസ് അല്ല. ആരൊക്കെയോ ആ സ്പൈ വർക്കിന് സ്പൈ ചെയ്തുണ്ടാക്കിയ അല്ലെങ്കിൽ കോൺസ്പിറസി ചെയ്തുണ്ടാക്കിയ സാധനങ്ങളാണ്. അതേപോലെ മേജർ മോഹിത് ശർമ്മ എന്ന് പറഞ്ഞ ആളിൽ നിന്ന് ഇൻസ്പയർ ആയ, അത് ഇന്ത്യയുടെ അടുത്തൊരു ടോപ്പ് സ്പൈ ആണ്. അതാണ് ദുരന്തറിലെ രൺവീറിൻ്റെ ക്യാരക്ടർ. ഇല്ല, അത് അജിത് ഡോവലിനെ റെഫറൻസ് വെച്ചുണ്ടാക്കിയ ഒരു ക്യാരക്ടറാണ്. അങ്ങനെ പറഞ്ഞ് ഇന്ത്യയിൽ അത് ഓൾമോസ്റ്റ് ദ ടോപ്പ് സ്പൈ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യയിൽ പറയുന്ന കുറേ പേരുകളും അവരുടെ കുറേ ഹിസ്റ്ററീസൊക്കെ വെച്ചിട്ട് കുറേ പേര് ഇവിടെ റെഫറൻസ് വെച്ചിട്ട് ഈ സിനിമ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇതാണ് ആ രൺവീറിൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. പക്ഷേ ഫോർ മീ ഞാൻ പറയാം, ഇത് ആദിത്യദറിന് ഭയങ്കര എന്താ പറയുക ഈസി ടാസ്ക് ആയിരുന്നു. കാരണം സ്പൈവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ബോളിവുഡിൽ ഇതുവരെ കാണിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡപ്പ സാധനങ്ങളാണ്. ഓക്കെ, കുറേ ഷാറുഖ് ഖാനും അമീർ ഖാനും മറ്റേ സൽമാൻ ഖാനും ഋത്തിക് റോഷനൊക്കെ അവിടെ ഇവിടെ സ്പൈ ആണെന്ന് പറഞ്ഞ് പോകും. ടപ്പയെ ടിപ്പടപ്പേ പറഞ്ഞിട്ട് ഹോളിവുഡിൽ നിന്ന് കുറേ റെഫറൻസ് എടുത്തിട്ട് വെടിയും വെച്ച് ബോംബ് ഇട്ടിട്ട് പോരും, 2 ഫ്ലൈറ്റിൽ കയറി പറക്കും. ഈ ഒരു സെറ്റപ്പ് പോയിരുന്നൊരു ഐറ്റത്തിനെ ഇന്ത്യയിൽ നടന്ന ടോപ്പ് ടെറർ അറ്റാക്സിൻ്റെ ബിഹൈൻഡിൽ നമുക്കൊരു IB ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു എന്നുള്ള ആ ഒരൊറ്റ ലൂപ്പ് എടുത്ത് വെച്ച് ആ IB റിപ്പോർട്ട്സ് എവിടുന്ന് എങ്ങനെ കിട്ടാം നമുക്ക്? അപ്പം നമ്മുടെ ഇൻ്റലിജൻസ് അവിടെ ആ രാജ്യത്തില്ലേ? ഉണ്ടെങ്കിൽ നമ്മുടെ സ്പൈകൾ, അതായത് സ്പൈ ആയിട്ട് ഇന്ത്യയിൽ നമുക്കിപ്പോൾ അറിയുന്ന കുറേ ആളുകൾ, അവരുടെ പബ്ലിക്കിലുള്ള കുറേ സ്പൈ ഹീറോയിക്സിനെയൊക്കെ എടുത്ത് വെച്ച് അതിന്ന് ചെറിയ റെഫറൻസ് എടുത്ത് രൺവീറിൻ്റെ ക്യാരക്ടറിന് കൊണ്ടുപോയി ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പേരുകളിൽ ഓരോരുത്തരും ചെയ്ത അവരുടെ
കുറേ മിഷൻസ് നിന്ന് ഓരോ എസൻസ് എടുത്ത് കൊണ്ടുപോയി ഇട്ട് കൊടുക്കുന്നു. അതിന് ലെയറിൽ നടക്കുന്ന റമാൻ തക്കേത്തും അവിടുത്തെ SP ചൗധരിയും തമ്മിലുള്ള ക്ലാഷും, അവിടെ നിന്ന് പിന്നെ പാകിസ്ഥാൻ അകത്തുള്ള പൊളിറ്റിക്സ്, ബലൂചിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള പൊളിറ്റിക്സും, അവിടുത്തെ ആയുധ കച്ചവടവും, അതിൽ IS എങ്ങനെ ഇടപെട്ട് അവിടെ നിന്ന് ഇന്ത്യയിലേക്ക് ഇവർ പ്ലാനുകൾ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു, അത് ഇവിടുത്തെ ഇവിടുന്ന് പറഞ്ഞ സ്പൈ എങ്ങനെ പൊട്ടിക്കുന്നു. അത് പൊട്ടിച്ചതിന് ശേഷം ആദ്യം പാകിസ്ഥാനിലെ ആ ഒരു പൊളിറ്റിക്സ് കാണിച്ചതിന് ശേഷം തിരിച്ച് ഇന്ത്യയിലേക്ക് ഇന്ത്യൻ IB എങ്ങനെ ഈ ഇവരുടെ ഓപ്പറേഷൻസിനെ ടാക്കിൾ ചെയ്ത് തിരിച്ചടിക്കുന്നു എന്നുള്ള ദുരന്തർ എന്ന് പറഞ്ഞ പ്രൊജക്റ്റിൻ്റെ ടാഗ് കൊണ്ടു വെച്ചിട്ട് ഇതിനൊരു സെക്കൻഡ് പാർട്ടും വെച്ച് ഈ സാധനം എൻഡ് ചെയ്യാണ് ആദിത്യദർ. ഇതൊരു ബ്രില്യൻസ് ആണ് ഞാൻ പറയുമ്പോൾ. ഓക്കെ, ഇതിനകത്ത് പ്രൊപ്പഗണ്ട ഉണ്ട്. ഇപ്പോൾ ഏത് സിനിമയ്ക്കകത്ത പൊളിറ്റിക്സും പ്രൊപ്പഗണ്ടയും ഇല്ലാത്ത ഇത്രയും കോടി രൂപയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമ, ഒരു 500 കോടി ഇൻവെസ്റ്റ് ചെയ്തൊരു സിനിമ എടുക്കുന്ന സമയത്ത് അതിനകത്ത് ആദിത്യദറിൻ്റെ സിനിമകൾ നിങ്ങൾ നോക്കുക, അതിനകത്തൊക്കെ ഒരു കൈൻഡ് ഓഫ് അയാളുടെ പൊളിറ്റിക്സ് അയാൾ പറയുന്നുണ്ട്. മനസ്സിലായില്ലേ? പക്ഷെ ഇതൊന്നും കാണുന്ന ഓഡിയൻസ് ഇതൊക്കെ ഇപ്പോൾ മനസ്സിലാക്കിയപ്പോൾ നാളെ നമുക്ക് പറയാൻ പറ്റൂ ഇവർ മാറി, BJP ഗവൺമെൻറ് മാറി, ഇതിനകത്തേക്ക് ഇവർ വന്നു, കോൺഗ്രസ് ഗവൺമെൻറ് വന്നു, അവരവരുടെ ഒരു പൊളിറ്റിക്സ് സൈഡ് പറഞ്ഞിട്ടുള്ള ഒരു സിനിമ എടുക്കില്ലേ? അവരുടെ പൊളിറ്റിക്സും സംസാരിക്കുന്ന ഫിലിം മേക്കേഴ്സ് ഉണ്ടാവില്ലേ? ഉണ്ടാവും. എൻഡ് ഓഫ് ദ ഡേ കാണുന്ന ജനങ്ങളെ എപ്പോഴും സിനിമ എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമം ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പ്രൊപ്പഗണ്ട സിനിമാസ് കണ്ടിട്ട് പല സാഹചര്യങ്ങളും ഇതൊക്കെ പ്രൊപ്പഗണ്ട ആണെന്ന് മനസ്സിലാക്കിയാൽ പോലും നമുക്ക് ചില സാഹചര്യങ്ങളിൽ സിനിമ എന്ന് പറഞ്ഞൊരു മീഡിയം നമ്മളെ ഭയങ്കരമായിട്ട് ഗ്രിപ്പ് ചെയ്തിട്ടുണ്ട്, ഗ്രിപ്പ് ചെയ്യും. മനസ്സിലായോ? അത് ഇപ്പം സിനിമയാണെന്നുണ്ടെങ്കിൽ പണ്ട് നാടകങ്ങളായിരുന്നു, അതിനു മുന്നേ കഥാപ്രസംഗങ്ങളായിരുന്നു, കവലപ്രസംഗങ്ങളായിരുന്നു. അത് ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളാണ്. ഓക്കെ, ഈ ദുരന്തർ എന്ന് പറഞ്ഞാൽ ക്രാഫ്റ്റ് ഇത്ര അടിപൊളി ആയതുകൊണ്ടും അതിൻ്റെ ടെക്നിക്കലി ഭയങ്കര കിടിലനായതുകൊണ്ടും അതിനകത്ത് കൂടി ഒളിച്ചു കിടത്തുന്ന പൊളിറ്റിക്സിനെ കുറിച്ചൊന്നും ആരും ഒന്നും ചിന്തിക്കില്ല. കാരണം എൻഡ് ഓഫ് ദ ഡേ ഇവിടെ ഏറ്റവും പെട്ടെന്ന് ആളുകളെ ആകർഷിക്കാൻ പറ്റിയതും ആളുകളിലേക്ക് എന്താ പറയുക ഒരു കൈൻഡ് ഓഫ് ഹീറോയിക്സ് കുത്തിവെക്കാൻ പറ്റുന്നതും രാജ്യസ്നേഹമാണ്. ആ രാജ്യസ്നേഹം എപ്പോഴാണ് നമുക്ക് വരിക? നമ്മുടെ ഹീറോയിക്സ് ആരെങ്കിലുമൊക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഹീറോയിക്സ് ആരെങ്കിലുമൊക്കെ പറയുമ്പോഴാണ്. അതിൽ ഹീറോ ഐക്കൺസ് ആയിട്ട് അങ്ങനെയാണ് രാഷ്ട്രീയക്കാരൊക്കെ മാറുന്നത്. എങ്ങനെ ഇപ്പോൾ മോദിയായത്? അയാളങ്ങോട്ട് PR ചെയ്ത് ഹീറോ ആക്കിയിരിക്കുകയാണ്. മനസ്സിലായോ? അപ്പുറത്തിപ്പോൾ ഒരു സൈഡിൽ രാഹുൽ ഗാന്ധിനെ ഹീറോ ആക്കുന്നുണ്ട്. ആക്കുന്നതാണ്. അൺഫോർച്യുനേറ്റ്ലി നമ്മളൊക്കെ നമ്മളുടെ പഴയ കാലത്ത് നമ്മൾ ജനിച്ച് വളർന്ന സമയം മുതൽ നമ്മൾ കേൾക്കുന്നത് എപ്പിക്കുകളാണ്. രാമായണം, മഹാഭാരതം, അങ്ങനെ എപ്പിക്കുകളാണ് നമ്മൾ കേൾക്കുന്നത്. അതിലൊക്കെ ഹീറോസ് വില്ലൻസ് ഒക്കെ ഉണ്ട്. നമ്മളിപ്പോഴും റിയൽ ടൈമിൽ ജീവിക്കുമ്പോഴും നമ്മൾ സിനിമ കാണുമ്പോഴാണെങ്കിലും നമ്മൾ റിയൽ ലൈഫിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഒന്നും വേണ്ട. സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫൈലിനോട് എന്നോട് പലവട്ടം പലരും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചത് നിങ്ങൾ പറയുന്നു, നിങ്ങൾ ഹീറോ ആണ്. എന്ത് ഹീറോ? ലൈക്ക് അതങ്ങനെയാണ്, ഈ നമ്മുടെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അത് യൂസ് ചെയ്യാൻ ആദിത്യദറിനും ടീമിനും പറ്റി. അതിലൂടെ രാജ്യവും രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് ചെയ്യുന്ന ഹീറോയിക്സും അതിനകത്ത് അവർ ഡോഗ് വിസിൽ ചെയ്ത പോലെ. ഈ ഡോഗ് വിസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോഗ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന, അവരെ ഗൈഡ് ചെയ്യാനും അവരെ ട്രെയിൻ ചെയ്യാനും ഉപയോഗിക്കുന്ന സാധനം. അത് മനുഷ്യന്മാർക്ക് നമുക്ക് കേൾക്കില്ല, അവർക്ക് കേൾക്കൂ. അപ്പം അതുപോലെയാണ് നമുക്ക് മനസ്സിലാവാതെ നമ്മളിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് വിടുക. മനസ്സിലായോ? അതായത് ഈ ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് അടിപൊളി, ഈ ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് ഇത്രയും ഹീറോയിക്സ് നടക്കുന്നത് എന്നുള്ള സംഗതിയിലേക്ക് എല്ലാം കൊണ്ടുവന്ന് വെക്കുക. ഇനി ഇതിന് സെക്കൻഡ് പാർട്ട് വരുമ്പോൾ ഇന്ത്യൻ്റെ കൗണ്ടർ സ്ട്രൈക്ക് തിരിച്ച് അത് ഇതിലും കൊടൂരമായിട്ട് എന്താവും, പാകിസ്ഥാൻ അടിച്ചിടുന്നതാവും എന്നുള്ളതാണ് ഇതിനകത്ത് എനിക്ക് ഈ വീഡിയോനകത്തൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഇതിന് ഇത്രത്തോളം ക്രിറ്റിസിസം ഇവിടെ ധ്രുവറാത്തിക്ക് വരാൻ കാരണം, ബാക്കി വീഡിയോസിനെ പോലെ അല്ലാതെ വരാൻ കാരണം, ഇതൊരു സിനിമയിലൂടെ ഇപ്പോൾ പ്രൊപ്പഗണ്ട സിനിമയായിട്ട് എടുത്തു വെച്ചത് കൊണ്ടാണ് പല സിനിമകളും ആളുകൾക്ക് ഇത് പ്രൊപ്പഗണ്ട എന്ന് മനസ്സിലാക്കി അതിന് ബോയ്ക്കോട്ടോ അല്ലെങ്കിൽ കാണാൻ പോകണ്ടെന്ന് പറയുന്നത്. അങ്ങനത്തെ കുറേ എക്സാമ്പിൾസ് ഉണ്ട്. പക്ഷേ ഇതൊരു പ്രൊപ്പഗണ്ട മൂവി എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പോഴത്തെ ട്രെൻഡിൻ്റെ ഒപ്പം പിടിച്ചു ഈ സാധനം. വാട്ട് ക്രൗഡ് ഡിമാൻഡ്സ് ആ സാധനം ഭയങ്കര ക്വാളിറ്റിയിൽ ഡെലിവർ ചെയ്തു. പിന്നെ ഇതിനകത്ത് ധ്രുവറാട്ടെ വന്നിട്ട് പ്രൊപ്പഗണ്ട എന്ന് പറഞ്ഞാലടക്കം ധ്രുവറാട്ടയ്ക്ക് ചീത്ത കേൾക്കുന്നല്ലാതെ നാട്ടുകാർക്ക് ഇത് മനസ്സിലാകാൻ പോകുന്നുണ്ട്. ഈവൻ പാകിസ്ഥാൻ നിങ്ങൾ ആലോചിക്കും, പാകിസ്ഥാനെതിരെയുള്ളൊരു പടമാണത്. പാകിസ്ഥാൻ്റെ ഈ എല്ലാ ടെറർ ഫേസുകളും തുറന്നു കാണിക്കുന്ന ഒരു സിനിമയാണത്. എന്നിട്ട് പോലും ആ നാട്ടിൽ ഇത് ബാൻ ചെയ്തിട്ട് പോലും
ഏകദേശം 2-3 മില്യൻ്റെ മുകളിൽ ഡൗൺലോഡ്സ് ഇതിൻ്റെ പൈറേറ്റ് വേർഷന് കിട്ടിയിട്ട് അവിടെ ആളുകൾ കാണുന്നുണ്ട്. ഒരു സിനിമ ഉണ്ടാക്കുന്ന ഒരു എഫക്റ്റ് ഇതാണ്. സിനിമയിലൂടെ സുഖമായിട്ട് പ്രൊപ്പഗണ്ട ഒളിച്ച് കടത്താം. അതൊരു നല്ല ക്രാഫ്റ്റായിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഡേഞ്ചർ ടൂളാണ്.